രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 46-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇനിയുള്ള ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരാധനാക്രമം എന്ന വിഷയത്തെക്കുറിച്ചാണ്, അഥവാ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സക്രോസാന്തും കൊൺസീലിയും ആരാധനാക്രമം എന്ന സിദ്ധാന്തത്തെക്കുറിച്ച്, പ്രമാണരേഖകളെക്കുറിച്ചാണ്. ആരാധനാക്രമം എന്ന പ്രമാണരേഖകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വിഷയം ആരാധനാക്രമ സങ്കല്പത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലൂടെ ഉണ്ടായ മാറ്റമാണ്. അതായത് ആരാധനാക്രമം എന്ന വിഷയത്തെക്കുറിച്ച് മറ്റ് കൗൺസിലുകളിലൊന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വരെയുള്ള ആദ്യ നൂറ്റാണ്ടിലെ കൗൺസിൽ മുതൽ ഒരു കൗൺസിലിലും ചർച്ച ചെയ്തിരുന്നില്ല. ആരാധനാക്രമം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിട്ട് ആർക്കും തോന്നിയിരുന്നില്ല. ആരാധനാക്രമം പുരോഹിതർ അല്ലെ മെത്രാന്മാർ അനുഷ്ഠിക്കും, ജനങ്ങൾ പങ്കെടുക്കും, അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്ന് ആർക്കും തോന്നാഞ്ഞതുകൊണ്ട് ഒരിക്കലും ചർച്ച വിഷയമായിരുന്നില്ല. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത വിഷയമാണ് ആരാധനാക്രമം. കാരണം ആരാധനാക്രമത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആയതോടു തന്നെ സഭയിൽ, സഭാംഗങ്ങളുടെ മനസ്സുകളിൽ, ചിന്തകളിൽ, ദർശനങ്ങളിൽ, ചർച്ചകളിൽ, എഴുത്തുകളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ അതുവരെ ആരാധനാക്രമം എന്ന് പറഞ്ഞാൽ പുരോഹിതനോ മെത്രാനോ ബലിയർപ്പിക്കും, ആരാധനാക്രമം അനുഷ്ഠിക്കും, ജനങ്ങൾ കൊന്ത ചെല്ലുകയോ നമസ്കാരം ചെല്ലുകയോ നമസ്കാരം ചെല്ലുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ജനങ്ങളും അത് അർപ്പിക്കുന്ന പുരോഹിതനും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു അർപ്പണമായിട്ട് ആർക്കും തോന്നിയിരുന്നില്ല. പുരോഹിതൻ ബലി അർപ്പിക്കുന്നു, ജനങ്ങൾ ആ സമയത്ത് ദേവാലയത്തിൽ വന്ന് കടം തീർക്കുന്നു. ഈ ബലി അർപ്പിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ വന്നിരിക്കണമെന്നുള്ള ഒരു നിയമം അവർ ഉൾക്കൊണ്ടിരുന്നു, സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് കടം തീർക്കാനായിട്ട് പള്ളിയിൽ പോകുന്ന കടമ, ആ കടം തീർക്കുമ്പോൾ അവർ കൊന്ത ചെല്ലുകയോ നമസ്കാരം ചെല്ലുകയോ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു സങ്കല്പം വളർന്നു വന്ന സാഹചര്യത്തിൽ ഈ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ വ്യത്യസ്തമായി. പുരോഹിതൻ ബലിയർപ്പിക്കുകയും ജനങ്ങൾ ആ സമയത്ത് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ല. പുരോഹിതരും ജനങ്ങളും ഒരുമിച്ച് ബലി അർപ്പിക്കുന്നു, ഒരുമിച്ച് കുർബാന ചൊല്ലുന്നു എന്ന സങ്കല്പത്തിലേക്ക്, കുർബാന കാണുകയല്ല അർപ്പിക്കുകയാണെന്ന സങ്കല്പത്തിലേക്ക് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറിയത് കൊണ്ടാണ് ആരാധനാക്രമം എന്ന വിഷയം ചർച്ച ചെയ്യാനായിട്ട് കൗൺസിൽ തീരുമാനിച്ചത്.